നിന്ന് ബക്കറ്റിൽ കിടന്ന മഗ് എടുത്ത് കഴുകി അതിലെനിക്ക് കുടിക്കാൻ വെള്ളം വെക്കണം. അപ്പൊ എന്റെ അവിടെ ജോലിക്കാരുണ്ട്. അപ്പൊ ചേട്ടാ കുടിക്കല്ലേ, അത് ബാത്റൂമിൽ ഉപയോഗിക്കുന്ന മഗ് ആണല്ലോ. ഞാൻ അവനെ കുടിച്ചില്ല. അവരുടെ ഇടുങ്ങിയ മനസ്സായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ആ കാലഘട്ടത്തിൽ പാമ്പിനുള്ള അറപ്പോ വെറുപ്പോ ഒക്കെ ആയിരിക്കും. വാവാ സുരേഷ് എന്ന പേര് കേൾക്കുമ്പോഴേ എനിക്ക് പാട്ടാണ് ഓർമ്മ വരുന്നത്. വാവേ മകനേ തിരുവാഴ്വിൻ മകനേ. അതെ, അമ്മമാരുടെ മകനായി, സഹോദരിമാരുടെ സഹോദരനായി തന്നെയാണ് വാവാ സുരേഷിനെ കാണാൻ കഴിയുള്ളൂ. കാരണം പാമ്പ് എന്നത് ഒരു മരണഭീതി വിതയ്ക്കുന്ന ഒരു ജീവി തന്നെയാണ്. ആ ജീവിയെ മറ്റുള്ളവരിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു, മറ്റുള്ളവരെയും ജീവിതത്തിലേക്ക് കരകയറ്റുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഏത് സമയത്ത് വിളിച്ചാലും എത്ര ദൂരം വേണമെങ്കിലും എത്തിക്കൊടുത്ത് സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ സ്വന്തം ജീവൻ പണയപ്പെടുത്തി തന്നെ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്ന ഒരാൾ വാവാ സുരേഷ്. എത്ര രക്ഷിച്ചാലും നന്ദിയില്ലാത്ത ആളുകളുണ്ടാവും, ഒരു സ്നേഹവുമില്ലാത്ത ആളുകളുണ്ടാവും. അദ്ദേഹം ഒരു അധ്യാപികയുടെ വീട്ടിൽ ഒരു മതിലിലോ എവിടെയോ ഒരു പാമ്പ് കയറിയിരുന്നു. ആ പാമ്പിനെ തുരത്താനായിട്ട് അദ്ദേഹം രാവിലെ 11 മണിക്ക് തുടങ്ങി വൈകുന്നേരം വരെ പണിയായിരുന്നു. എന്നിട്ട് ആ മനുഷ്യനോട് ഒരു പച്ചവെള്ളം വേണമെന്ന് അവർ ചോദിച്ചിട്ടില്ല അങ്ങോട്ട്. അവസാനം നിവൃത്തിയില്ലാതെ അദ്ദേഹം വെള്ളം അങ്ങോട്ട് ചോദിക്കുകയാണ്. അദ്ദേഹം പോകുന്ന ഒരു സ്ഥലത്തും ഒരു ഭക്ഷണമോ വെള്ളമോ ഒരിക്കലും അദ്ദേഹം ചോദിക്കാറില്ല എന്നാണ്. കാരണം ആ വീട്ടുകാരുടെ മനസ്ഥിതി ഓർത്ത് അവർക്ക് ചിലപ്പോൾ അർപ്പോ വെറുപ്പോ ഒക്കെ ആയിരിക്കാം. അത്രയും നേരം അദ്ദേഹം പണിതാണ്. എന്നിട്ട് ആ വീട്ടിൽ അവർ ചെയ്ത പണിയാണ് ടോയ്ലറ്റിലെ മഗ് അതിനകത്ത് വെള്ളം കൊടുത്തു വേണം. അപ്പോൾ പണിക്കാരെ അവിടെ നിന്ന് പറയേണ്ട ചേട്ടാ കുടിക്കില്ലേ. എന്താല്ലേ, അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെന്ന ആളുടെ ജീവന് ഒരു വിലയുമില്ല. ഒരു പ്രതിഫലവും പറ്റാതെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ കൊടുത്താണ് അദ്ദേഹം വാഹനത്തിൽ സഞ്ചരിച്ചു ഒത്തിരി ദൂരം പോകുന്നു ഈ പാമ്പിനെയൊക്കെ തുരത്താനായി. അങ്ങനെ പോയി മറ്റുള്ളവരെ സഹായിച്ച് അദ്ദേഹത്തിന് നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ, ഒരു നേട്ടവുമില്ല. അദ്ദേഹത്തിൻ്റെ ഭവനം വരെ ജപ്തി ഭീഷണിയിലാണ്. ഇപ്പോൾ കോടിക്കണക്കിന് കടമാണ് അദ്ദേഹത്തിന്. അങ്ങനെ അദ്ദേഹം ഇപ്പോൾ പാമ്പ് പിടുത്തം നിർത്തിയെന്ന് പറയുന്നു. ട്രാവൻകൂർ രുചി എന്ന ഒരു തട്ടുകട നടത്തുകയാണ് തിരുവനന്തപുരം. നിരവധി തവണ പാമ്പിന്റെ കടിയേറ്റിട്ടും അദ്ദേഹം ആ മരണത്തിൽ നിന്നല്ല രക്ഷപ്പെട്ടു വന്നിരിക്കുകയാണ്. അത് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാനായി. എന്നെ വിളിച്ച് വീട്ടിന്റെ വരാന്തയിൽ ഇരുത്തി. 3 മണിക്കൂറായി പായസം കണ്ടില്ല. ബാക്കിലത്തെ എവിടെയോ ഒരു കടയിൽ പോയി ഡിസ്പോസിബിൾ ഗ്ലാസ് കൊണ്ടുവന്നു. അപ്പൊ ഞാനത് കുടിച്ചു. എനിക്ക് മനസ്സിലായി അങ്ങനെയാണ്. അപ്പൊ ഞാൻ ആ ഡിസ്പോസിബിൾ ഗ്ലാസ് തന്നെ കുടിച്ചിട്ട് എല്ലാം കഴുകിയ ശേഷം ഞാൻ അത് കളയാതെ മടക്കി എന്റെ പോക്കറ്റിട്ട്. അദ്ദേഹത്തിന് ഒട്ടും താങ്ങാനാവാത്തായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും ആത്മാർത്ഥമായി കരുതി അദ്ദേഹം സുഹൃത്ത് എന്ന് കരുതി. പക്ഷേ ആ സുഹൃത്ത് അദ്ദേഹത്തെ സുഹൃത്ത് എന്ന് കരുതിയിട്ട് അദ്ദേഹത്തെ വീട്ടിലേക്ക് പായസം കുടിക്കാൻ വിളിക്കുന്നു. അവിടെ നിരവധി ചില്ല് ഗ്ലാസുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ടും ഡിസ്പോസിബിൾ ഗ്ലാസ് മേടിച്ച് അദ്ദേഹത്തിന് പായസം കൊടുത്തു. മനുഷ്യരായിട്ട് കൂട്ടാൻ കഴിയുമ്പോൾ അവരേക്ക് എന്തോ ആയിക്കോട്ടെ, അദ്ദേഹം ഒരു മനുഷ്യനാണ്. അദ്ദേഹം പോകുന്നിടത്ത് അദ്ദേഹത്തെ അയറ്റി നിർത്താൻ അദ്ദേഹം ഒരു ദുർനടപ്പുകാരനായിട്ടോ ഒന്നുമല്ലല്ലോ ചെല്ലുന്നത്, നല്ല കാര്യത്തിന് വേണ്ടിയാണ് ചെല്ലുന്നത്. അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും മദ്യപിച്ചിട്ട് പോലുമില്ല. ചാൾസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ വാവാ സുരേഷിന് അദ്ദേഹത്തിനെ കാണുന്നതിനുള്ള അവസരം ലഭിച്ചു. അന്ന് ചാൾസ് രാജകുമാരൻ പറഞ്ഞത്, ഇതുപോലൊരു മനുഷ്യനെ ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്ന. പാമ്പുകളെ പിടിക്കുന്ന അത്രയ്ക്കും ധൈര്യമുള്ള ഒരു മനുഷ്യനായിട്ടാണ് വാവാ സുരേഷിനെ അദ്ദേഹം വിലയിരുത്തിയത്. അതുപോലെ കവടിയാർ പാലസിൽ വരെ ഇദ്ദേഹത്തെ വിളിച്ച് ആദരിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് ഈ മറ്റുള്ള കൃമികൾ, കീടങ്ങൾ, അല്ലെങ്കിൽ വാല കെട്ടാൻ കൊള്ളില്ലാത്തവർ എന്നൊക്കെ പറയുന്നവർക്കാണ് ഇദ്ദേഹത്തോട് ഇത്രയധികം പുച്ഛമുള്ളത്. പാമ്പുകടി ഏറ്റ് മരിച്ച ഉത്തര എന്ന ആ കുട്ടിയുടെ ആ മരണത്തിൽ സംശയമുണ്ട്, ദുരൂഹതയുണ്ട് എന്ന് അഭിപ്രായപ്പെട്ട് അത് വിളിച്ചു പറഞ്ഞ് അതൊരു കൊലപാതകം തന്നെയാണ് എന്ന് തെളിയിക്കാൻ മുൻപന്തിയിൽ എത്തിയ ഒരാളാണ് വാവാ സുരേഷ്. മറ്റുള്ളവരെയും തൻ്റെ ജീവനേക്കാൾ ഉപരിയായി സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണെന്ന് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെ തെളിയിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നില്ല എന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്. മാത്രമല്ല, എന്തുകൊണ്ട് അദ്ദേഹത്തിനൊരു സർക്കാർ ജോലി നൽകിയില്ല, എന്തുകൊണ്ട് നമ്മുടെ രാജ്യം ആദരിച്ചില്ല. ഇദ്ദേഹം നാടിനു വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി സേവനം അനുഷ്ഠിച്ച ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ വേറെ വല്ലവരുടെയും കോടിപതിയായി മാറിയേനെ ഒരു പക്ഷേ. പാമ്പുകടി മാത്രമല്ല, പല രീതിയിൽ അദ്ദേഹത്തിന് നടുവിന് പൊട്ടലുകളൊക്കെ ഉണ്ടായി. അങ്ങനെ അതിൽ നിന്നല്ല അദ്ദേഹം കരകയറി അതിജീവിച്ചു വന്നു. അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം പോലും അദ്ദേഹം വകവയ്ക്കാതെയാണ് ഈ പാമ്പ് പിടുത്തമായിട്ട് നടന്നുകൊണ്ടിരുന്നത്. എന്നിട്ടും മാനുഷിക പരിഗണനയില്ലാതെ പെരുമാറുന്നവരുടെ പാമ്പിനേക്കാൾ വിഷമാണ് അവരുടെ മനസ്സ്. ഞാൻ എൻ്റെ തിരുവോണം ഉണ്ണുന്നത് എൻ്റെ അമ്മയോടോ അപ്പനോടോ ക്ഷേത്രമാണ്. സത്യം പറഞ്ഞാൽ നാട്ടുകാർ ക്ഷേത്രത്തിലേക്ക് തൊഴാൻ പോകുന്ന ഭക്തജനങ്ങൾ അമ്മയ്ക്ക് 10,000 കണക്കിന് രൂപയും
സ്വർണ്ണമൊക്കെ കൊണ്ട് കാണിക്കയിടാൻ പോകുമ്പോഴത്തേക്ക് ആ പോകുന്ന വഴിക്കുള്ള ഒരു അനാഥ മന്ദിരമാണ് ആനന്ദ നിലയം. അവിടെ കുറേ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവരെയൊന്നും മൈൻഡ് ചെയ്യാതെ തന്നെ അവർ ദൈവത്തിന് കൊടുത്തിട്ട് എന്താ നേടാൻ പോകണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ പാവപ്പെട്ട 10 പേർക്ക് ആഹാരം കഴിക്കാൻ ഇവിടെ കൊടുത്തിരുന്നെങ്കിൽ അത്രയും പുണ്യം ദൈവവും അനുഗ്രഹിക്കും. അദ്ദേഹം ചോദിച്ച ഈ ചോദ്യമാണ് എനിക്കും ചോദിക്കുക. നമ്മുടെ പൈസ എന്തിനാണ് ദൈവത്തിന്? യേശു ക്രിസ്തു പറഞ്ഞ പോലെ ഞാൻ നഗ്നനായിരുന്നു, എന്നെ ഉടുപ്പിച്ചില്ല, എനിക്ക് ദാഹിച്ചു, കുടിക്കാൻ തന്നില്ല. ഭഗവാൻ പല വേഷത്തിൽ എന്നല്ലേ? നമ്മുടെ മുമ്പിൽ കൈ നീട്ടുന്നവർ ദൈവത്തിൻ്റെ പല വേഷങ്ങളാണെന്നാണ് പറയുന്നത്. വാവാ സുരേഷാണ് യഥാർത്ഥ ഹീറോ.